ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നെക്ക് ഡിസൈൻ ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മീറ്റർ റയോണിൻ്റെ പ്രിൻറ്റഡ് ഫാബ്രിക്കാണ് കുർത്തിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നെക്ക് കട്ട് ചെയ്യുക ആദ്യം നോക്കാം. അപ്പം ഞാൻ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ നെക്ക് വിഡ്ത്ത് വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 3.25 എടുക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്ക് ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. എനിക്ക് വേണ്ടത് 5.5 അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനൊരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് വി അല്ല, എന്നാൽ ഒരു വീല് ഒന്ന് കർവ് ചെയ്തിട്ടുള്ള രീതിക്കാണ് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് വരുന്നത്. അത് കാരണമാണ് ഫ്രഞ്ച് കർവ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ജസ്റ്റ് ബൈ ഹാൻഡായിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നെങ്കിൽ അങ്ങനെ വരച്ചാലും മതി. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഷേപ്പൊക്കെ വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.25 നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ 1.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊന്ന് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീണ്ടും 1 ഇഞ്ച് നമ്മൾ എടുത്ത് മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇതും നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കുറച്ചും കൂടി ഡാർക്കാക്കി എടുക്കുക, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ ഒന്ന് ഡാർക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി മറ്റേത് നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ മിഡിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് നല്ല ഫോൾഡാക്കുക. ഇനി നമ്മൾ ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങോട്ട് താഴത്തോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മിഡിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് നല്ല ഫോൾഡാക്കുക. ഇനി നമ്മൾ ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങോട്ട് താഴത്തോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത പീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വെച്ചിട്ട് നമ്മളൊരു ക്യാൻവാസ് പേപ്പറിനകത്ത് വെച്ച് ഇതിൻ്റെ ഔട്ട്ലൈൻ ട്രേസ് ചെയ്തെടുക്കുക. ഇങ്ങനെ ട്രേസ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് 2 പീസ് കിട്ടും. ഇങ്ങനെ ഈ 2 പീസുകളാണ് നമ്മൾ ഓവർലാപ്പിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. കണ്ടോ? എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വയ്ക്കണം. കണ്ടോ? ഇതാണ് നമ്മളുടെ നെക്കിൻ്റെ മെയിനായിട്ട് വരുന്നത്. ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച കുർത്തി. ഇനി ഇത് നമ്മൾ ലൈനിങ് ഇട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച
നെക്കിൻ്റെ ആ ഒരു പീസ് ഒരു തുണിയിൽ അയൺ ചെയ്ത് പിടിപ്പിച്ചതാണ്. ഇനി ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു നെക്കിന് നമുക്ക് ഓവർലാപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതിനോട് മാച്ചായിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പ്ലെയിൻ ഫാബ്രിക്കിലാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 പീസ് ക്ലോത്ത് വേണം. ആ ഒരു ക്ലോത്തിൻ്റെ നല്ല വശം കൂടി വെച്ചിട്ട് ഒരു ഭാഗത്ത് ഈ ഒരു ക്യാൻവാസ് അയൺ ചെയ്ത് കൊടുക്കുക. രണ്ടും ഓപ്പോസിറ്റ് സൈഡുകളുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു പീസ്, നെക്കിൻ്റെ ആ ഒരു പീസ് ഈ ഒരു കുർത്തീൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ എങ്ങനെയാണോ നെക്ക് മറിക്കുന്നത് ആ രീതിക്ക് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുക. എന്നിട്ട് സ്ലാഷ് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന്, അതായത് ഇത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ 2 ക്ലോത്ത് ആയിരിക്കണം. അതായത് ക്ലോത്തിൻ്റെ നല്ല ഭാഗവും കൂടി പ്ലേസ് ചെയ്ത് ചീത്ത ഭാഗത്താണ് നമ്മളിത് അയൺ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഈ ഒരു നെക്കിൻ്റെ ഉൾഭാഗമായിട്ട് വരുന്ന ആ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മറിച്ചെടുക്കുക. അങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്യുക. അയൺ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഏത് സൈഡാണ് മുകളിലേക്ക് വെക്കേണ്ടത് എന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ്. ഇനി ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, അല്ലെങ്കിൽ റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, ആ രീതിക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ലെഫ്റ്റിലേക്കാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. കണ്ട, ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ഇതൊന്ന് നമ്മൾ കുർത്തിമേൽ വെച്ചൊന്ന് നോക്കുക. കറക്റ്റ് മിഡിൽ തന്നെയാണോ ഇതിൻ്റെ എല്ലാതും വരുന്നത് എന്നൊക്കെ നോക്കുക. നോക്കിയതിൻ്റെ ശേഷം എല്ലാതും കറക്റ്റായതിന് ശേഷം അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഓവർലോക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ അതൊന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളുടെ കുർത്തിയിൽ ഇത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. അതായത് കുർത്തീൻ്റെ നല്ല വശത്തു നിന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന രീതിക്ക് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ഓവർലോക്ക് ചെയ്തിട്ടുള്ളത്. ഈ രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.